ഞാനൊന്ന് ഒട്ടും ഉണ്ടാവില്ലെന്ന് വിചാരിച്ച, പക്ഷെ ഇന്നത്തെ കളശം അടിപൊളിയാ. അതെ മനോനെ, എല്ലാരും ഷക്കീലയാണ് വാങ്ങി കഴിച്ചത്. എന്ത് പറ്റിയമ്മേ? മുഖത്തൊരു വാട്ടം. എന്ത് ചെയ്യാനാടാ മോനെ? എന്ത് പറ്റിയമ്മേ? നിന്റെ ചേട്ടന്റെ കല്യാണം നടത്താൻ നോക്കിയിട്ട് ഒരു ബന്ധം പോലും ശരിയാവണില്ല. പെണ്ണുങ്ങൾ വന്ന് ലൈനിൽ നിൽക്കാൻ അവനെന്താ മമ്മിക്കൂടെ മോൻ ദുൽഖറാണ്. മതി നിർത്ത. അമ്മാവാ ഒന്ന് മിണ്ടായിരുന്നേ. അമ്മ പറയമ്മേ. എടാ രംഗ, നമുക്ക് ആ ജോത്സരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം വാ. അമ്മേ, അയാൾ പറയുന്ന കള്ളാന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. എന്നിട്ട് എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നേ? ഇപ്പൊ ഇതൊക്കെ ഫോണിൽ പോലെ അറിയാൻ പറ്റുമേ. എന്തോന്നാ? ഫോണിലോ? എടുത്ത് കാണിക്കേ. എവിടെ കാണിച്ചേ? അവന്റെ നാളെ നക്ഷത്രവും പറഞ്ഞ് 5 മിനിറ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. മകരൻ രാശി, ഉത്രാട നക്ഷത്രം. കിട്ടിയോടാ? എവിടെ നോക്കട്ടെ. അവന് സംസാരശേഷിയില്ല, നമ്മ വിഷമിക്കണ്ട. എടാ, അവൻ ഊമയാന്ന് അതിനെങ്ങനെ അറിയാനാടാ? അമ്മ ഇപ്പൊ എല്ലാം ഫോണിൽ അറിയാൻ പറ്റുന്നേ. ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ച പറയടാ, ഞാൻ കേക്കാം. പറയേ. അങ്ങനെ വഴിക്ക് വാ. നീ പറയടാ. നീ ആദ്യം ഫോൺ കട്ടാക്കിയേ. ഓൾറെഡി അമ്മയുടെ മോൻ പ്രേമത്തിലാന്ന്. ഇന്നോ നാളെയായിട്ട് അവന്റെ കല്യാണം കഴിയും. എടാ, അതെന്റെ മോന്റെ ജാതകം തന്നെയാണോ? അല്ല, ടോനോന്റെ ജാതക. പിന്നെ ചോദ്യം അത്. എടാ, നീ മിണ്ടിപ്പോരുത്. അവനെ ഞാൻ അറിയാതെ ഒരു കാര്യവും ചെയ്യില്ല. അവൻ ഞാൻ അറിയാതെ എവിടെ പോയി കല്യാണം കഴിക്കാനാ? എല്ലാ അമ്പലത്തിലും പോയി നോക്കിയാ അറിയാം. നിങ്ങക്ക് അവൻ ഊമിയായതുകൊണ്ട് അവനോട് ഒരു വിലയില്ലാതായി പോയിരിക്കുക. അവന്റെ കാര്യത്തിൽ എനിക്കുള്ള വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അമ്മേ, അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സീരിയൽ നോക്കിക്കൊണ്ടിരുന്നോ? ഞാൻ പോയിട്ട് അമ്മേ. അമ്മേ. എടാ, ഏതാടാ ഈ പെൺകുട്ടി? അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലല്ലോ. ദേ, ഈ കുട്ടിയാണ് അമ്മയുടെ മോൻ പ്രേമിക്കുന്നത്. ഇത്രയും ദിവസം അവൻ പാവമാണ്, അവൻ ഇതൊന്നും അറിയില്ലെന്ന് പറഞ്ഞോണ്ടിരുന്നേ. ഞങ്ങൾ എടാ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലടാ. ഇതൊക്കെയാണ് ചേച്ചി വിശ്വസിക്കാൻ പറ്റാത്ത സത്യങ്ങൾ. മോളെ, നീ ശരിക്കും അവനെ ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ സഹതാപം തോന്നിയിട്ടാണോ? സഹതാപം തോന്നി സ്നേഹിക്കുന്നത് മനുഷ്യനെ കണ്ട, മനസ്സ് കണ്ട് സ്നേഹിച്ചാൽ അതാണ് യഥാർത്ഥ സ്നേഹം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ വാക്ക് അദ്ദേഹത്തിന്റെ ശബ്ദമായി മാറും. വന്നല്ലോ അമ്പലപ്രേമി. വാടാ. ചേട്ടാ നമസ്കാരം. നീ എന്താടാ പറഞ്ഞ പെണ്ണിനോട്? മര്യാദക്ക് സത്യം പറഞ്ഞോ? നീ ആ പെണ്ണിനോട് എന്തോ പറഞ്ഞോന്ന് പോലീസിൽ കേസ് കൊടുത്തിട്ട് വന്നിരിക്കുക. മിണ്ടാതിരി ചേച്ചി, ചേച്ചിക്കൊന്നും അറിയില്ല. ഇവൻ ആ പെണ്ണിനോട് വേണ്ടാത്ത എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? മര്യാദക്ക് പറഞ്ഞോ? എടാ കണ്ടോ? മോളെന്നോട് എല്ലാം പറഞ്ഞു. അപ്പൊ ഇവളെ നിനക്ക് ഒരുപാട് ഇഷ്ടാണല്ലേ? എന്തായാലും അവസാനം എന്റെ മോന് ചേരുന്നൊരു പെണ്ണിനെ കിട്ടി. എന്റെ മോനായതുകൊണ്ട് മാത്രം പറയല്ല, ചെറുപ്പത്തിലെ ഇവരുടെ അച്ഛൻ മരിച്ചു. അന്നു മുതല് ഈ കുടുംബത്തിലെ പ്രാരാബ്ധം മുഴുവൻ ഇവനാ ചുമക്കുന്നത്. ഇന്ന് വരെ ഇവന്റെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമായിരുന്നു. ഇന്ന് വെളിച്ചവുമായി നീ വന്നിരിക്കുക. എനിക്കൊരുപാട് സന്തോഷമുണ്ട് മോളെ. എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് നിങ്ങളുടെ കല്യാണം നടത്തേണ്ടത് എന്റെ ചുമതലയാണ്. ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോയോളൂ. എങ്ങോട്ടാടി പോയത്? ദിവസവും കുടിച്ചിട്ട് വന്നാൽ എങ്ങനെയാ? ചാരായം കുടിച്ച് നാട്ടിലെ ജനങ്ങളൊക്കെ മരിക്കുക. നിങ്ങൾ എന്താ മാറില്ലേ? ഇത് കനകത്തിന്റെ ചാരായ. ഇത് കുടിച്ചില്ലെങ്കിലേ ചത്തുപോവുള്ളൂ. കുടിച്ചാ ചാവത്തില്ല. കനകത്തിന്റെ ചാരായം കുടിക്കണമെങ്കിലേ ഭാഗ്യമുള്ളവരെ പറ്റൂ. അതെ, നിങ്ങൾ നന്നാവില്ല. പുഷ്പ, അവിടെ നിക്ക്. ഈ കോളേജിൽ പോയതാണോ അല്ലെങ്കിൽ വല്ലവന്റെ കൂടെ കറങ്ങാൻ പോയതാണോ? എങ്ങോട്ടാടി പോയിട്ട് വരുന്നത്? നിങ്ങളൊരു അച്ഛനാണോ? എന്ത് ചോദ്യാ ഇത്? മോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണല്ലേ? എടിയേ, ഞാൻ ഇപ്പൊ ഇവളോട് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിലേ ഇവള് വേറെ അവന്റെ അടുത്തേക്ക് സംസാരിച്ച് ഒളിച്ചോടി പോവും. അപ്പൊ നാട്ടുകാരുടെ മുമ്പേ നാണം കിടേണ്ടതേ ഞാനാ. അതിലും നല്ലതല്ലേ ഇപ്പൊ ഇവളോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അയാൾ പറയുന്നത് നീ കേക്കണ്ട. നീ അകത്തേക്ക് വാ. പ്രായമുള്ള മകൾ വീട്ടിലുണ്ടെന്ന വിചാരം പോലും ഇല്ല. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം മോളെ? കൊണ്ടുവരാ. അതിനല്ലേ ഞാനിവിടെ നിക്കുന്നേ. കൊണ്ടുവരാ. എന്റെ കാലം നിന്റെ അച്ഛനാ. വരട്ടെ, നിക്ക്. ഇതാ തിന്ന്. എന്താടി വലിച്ചെറിയണേ?
ഒന്നങ്ങട് തന്നാലുണ്ടല്ലോ. കൈ ഓങ്ങാണ്ട് തിന്നാൻ നോക്ക്. ദേഷ്യത്തിനൊന്നും ഒരു കുറവില്ല. ആ വടക്കിട്ട് പോയി പണി നോക്കടി. ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നുന്നു. കൊറേ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മരിച്ചാ പിന്നെ വന്നല്ലേ പറ്റൂ. ഞങ്ങൾക്ക് ഇനി ആരാമ്മ വയർ നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി തരിക? 100 വയസ്സ് വരെ ജീവിക്കാന്ന് പറഞ്ഞതല്ലേ എന്റെ അമ്മ. എന്താ മരുമോനെ, അമ്മയമ്മയോട് ഭയങ്കര സ്നേഹമാണെന്നാ തോന്നുന്നത്. അവളുടെ പൊട്ടി കരച്ചിൽ കണ്ടില്ലേ? കണ്ടിട്ട് നല്ല ആരോഗ്യമുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ മരിച്ചത്? കാര് തന്നെ താഴെ വീണാത്ര. ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ നടക്കൂടാ. നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയല്ല അമ്മവാ, സ്റ്റെപ്പ് പടിയും താഴെ വീണ. ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നേ പെർഫോമൻസ് കലക്കണം. ഋഷിലക്ഷ്മി എന്താ ചീപ്പായിട്ട് ട്രാക്ടറിൽ വന്ന് ഇറങ്ങുന്നേ? നീ ഒന്ന് വിഷമിക്കട്ടാ, ദുൽഖറിന്റെ നായികയാവാം. ഇയാളെന്താ ഇവിടെ? ഒന്ന് അനങ്ങി നടക്ക്, വേഗം ആവട്ടെ. വാ വാ വാന്നേ. എന്താ മാവാ? ഒന്നുമില്ല. കരയണ്ട, ആരോഗ്യത്തിന് ഹാനികരമാണ്. അയ്യോ പാവം. എന്താടാ നോക്കി പേടിപ്പിക്കണോ? കണ്ടിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെ ഉണ്ടല്ലോ. ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഈ നാട്ടിൽ ആര് ചത്താലും ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ എടുക്കണം. ഈ പെണ്ണിനെന്താ ഇവിടെ പണി? ഞങ്ങളുടെ ബാച്ചാ ശവത്തിന്റെ മുമ്പ് ഡാൻസ് കളിക്കുന്നവരാ. ശവത്തിന്റെ മുമ്പില് ഡാൻസ് കളിക്കുന്നവര്. എടാ മോനെ, സൂക്ഷിക്കണം, നിന്റെ വല്ലതും കത്തിപ്പോവും. അയ്യോ ഇപ്പൊ കത്തിയനെ. ആ പറടാ. ഇവിടെ ശവത്തിന് മുമ്പ് ഗുരുവിന് വേണ്ടി എല്ലാരും കാത്തിരിക്കുക. നിങ്ങൾ എവിടെയാ? ഞാൻ എവിടെ ഉണ്ടാവാനാ? ശ്മശാനത്തിലുണ്ട്. അപ്പൊ ശവോ? എടാ, വീസ ഇല്ലാതെ വിദേശത്തേക്ക് പോകാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞാനില്ലാതെ ശവം ശ്മശാനത്തിൽ എത്തുവാടാ. അത് ശരിയാ ഗുരു. ഏതായാലും ഇപ്പൊ ഒരു ശവം കിട്ടിയിട്ടുണ്ട്. അതെയോ? അതിന്റെ സംസ്കാരം നടത്താനാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഈ തള്ളയുടെ ശവം എന്താ ചെയ്യും? അത് വല്ല ബോളിവുഡ് ഹീറോയിനാണോ? പ്രത്യേകിച്ച് ഞാൻ വന്ന് കാണാൻ. നീ ഒരു കാര്യം ചെയ്യേ, അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്ക്. ആരാ? ഞാനോ? ഫസ്റ്റ് ടൈം ഗുരു ഇല്ലാതെ ശിഷ്യൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നു. ഓക്കെ ഗുരുവേ. വടക്കേ മൂലയിൽ നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ പണിയാം. എന്താ പണിയാൻ പോന്നേ? കല്ലറേ. ഓ വീടാന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ കൊടുത്തിട്ട് വരാവേ. ഒന്നങ്ങോട്ട് നോക്കിയാ മരുമോനെ, നിന്റെ ഋഷിലക്ഷ്മി ദേവിയെ ശവത്തിന് മുമ്പിൽ ഡാൻസ് കളിക്കുന്നവളാ. എന്താ മാവാ, സത്യം? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? അതൊന്ന് പൊക്കി നോക്ക്. ലക്ഷ്മി ദേവി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അത് അപ്പൊ നീ റിച്ച് അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു റിച്ച് ആണെന്ന്. നീ റിച്ചാന്ന് പറഞ്ഞ് നിന്റെ പുറകെ കറങ്ങി എന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞോ കറങ്ങാൻ? ഗീത, ഡാൻസർ ഗീത. 3000 തന്നാ നിന്റെ വീടിന്റെ മുമ്പിൽ ഞാൻ ഡാൻസ് കളിക്കും. 5000 തന്നാ സെന്ററിൽ ഡാൻസ് കളിക്കും. 9000 രൂപ തന്നാ ശവത്തിന്റെ മുമ്പിൽ ഡാൻസ് കളിക്കും. നീ പണക്കാരിയെന്നാ ഞാൻ കരുതിയെ, പെട്ടി ഓട്ടോക്കാരിയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്ന് പോളോട്, എനിക്കൊരു ജോലി നോക്കണം. മുത്തശ്ശി, ഈ വിവരം കിട്ടാനാണെന്ന് ഇപ്പഴാ മനസ്സിലായി. വിഷമിക്കണ്ട. ഏതായാലും കാശുണ്ടാക്കും. വിഷമിക്കണ്ട. ശവത്തിന് മുമ്പിൽ ഡാൻസ് കളിച്ചേ. മുത്തശ്ശി, കണ്ണു തുറക്കും മുത്തശ്ശി. മുത്തശ്ശി, ട്രെയിനിങ് എടുത്തോ, നമുക്ക് കളിക്കാം. മുത്തശ്ശി, മുത്തശ്ശി. അല്ല, നിങ്ങൾ ചത്തന്നാണല്ലോ അറിഞ്ഞ. ഇവിടെ എന്തൊക്കെയാ നടക്കണേ? എന്താ ഉണ്ടായെന്ന് അറിയില്ല. ഇന്നലെ രാത്രി തലവേദന എടുത്തിട്ട് മരുമോളുടെ ഗുളിക വാങ്ങി കഴിച്ചതാ. അത് കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെന്താ സംഭവിച്ചെന്ന് ഒരു പിടുത്തവും ഇല്ല. അല്ല മോളെ, എന്ത് ഗുളികയാ തന്നത്? അത് തലവേദനയുടെ ഗുളിക അമ്മേ തന്നത്. അത് അമ്മയുടെ തലവേദന തീർക്കാനോ അത് അമ്മയെ തന്നെ തീർക്കാനോ? വാട്ട് മകൻ വാട്ട് മരുമകൾ. അമ്മായിയമ്മയെ അമ്മയെ പോലെ കാണണമെന്നാ പറയാറ്. പക്ഷെ നീ ആ പാവത്തിനെ കൊന്നു കളഞ്ഞോ അല്ലേ? അവളുടെ മോന്ത കണ്ടില്ലേ? നീ എന്ത് പണിയാടായി കാണിച്ചേ? നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അമ്മയല്ലടാ നീ ഭൂമിയിൽ കുഴിച്ചിടാൻ നോക്കിയത്. നിന്നെ പോലുള്ളവനെയൊക്കെ ജീവനോടെ കുഴിച്ചു മുടണം. എടാ മരുവനെ, നിന്നെ ഒന്നും ജീവനോടെ വിടാൻ പാടില്ല. നിനക്കൊന്നും അതിനുള്ള അർഹതയില്ല. വെറും 25 ലക്ഷത്തിന് വേണ്ടി 25 കൊല്ലം വളർത്തിയ അമ്മയെ കൊല്ലാൻ നോക്കിയല്ലേ? എന്താ മേഡം? ഒന്ന് പോയെ, കുറെ നേരം പുറകെ നടക്കുന്നു. എന്തൊരു ശല്യം അത്. നിനക്ക് റിച്ച് പെണ്ണിനെയല്ലേ വേണ്ടത്? പോയി നോക്കിക്കോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ. മിണ്ടി പോരുത്. അങ്ങനെയൊന്നും ഇല്ല. ലൈഫിലെ റിച്ച് പെണ്ണിനെ വേണമെന്ന് വിചാരിച്ചൊക്കെ സത്യമാണ്. പക്ഷേ ഞാൻ എപ്പം നിന്നെ കണ്ടോ ലൈഫിൽ നീ മാത്രം മതിയെന്ന തീരുമാനത്തിലെത്തി. ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഒരു മിനിറ്റേ. നല്ല വലിയ പൂവ്. ലവ് യു ഡി. നീ ഒന്ന് മൂളിയാ മതി. ഇഡ്ലിയും സാമ്പാറും പോലെ, ദോശയും ചമ്മന്തിയും പോലെ നമുക്ക് ഒരുമിച്ച് ചേരാന്നേ. ഒരു റിയാക്ഷനും ഇല്ലല്ലോ. എന്റെ ഈശ്വര, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ആരും കാണുന്നില്ല. ഈശ്വര, എന്നെ കാത്തോണേ. ഇതെങ്ങനെയെങ്കിലും വർക്കൗട്ട് ആവണം.
എന്റെ മുത്തേ. എടി പ്ലീസ്. എന്തേടി ചെവിക്കല്ല് പൊട്ടിച്ചു കളഞ്ഞല്ലോ. ലവായി കഴിഞ്ഞാലേ ആ പയ്യന് പിന്നെ ആ പെണ്ണിനോട് എല്ലാ റൈറ്റ്സും ഉണ്ടാവും. അപ്പോ നീ ഇപ്പോ എന്നെ